അതൊക്കെ ആ അണ്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അയ്യത്ത് പോയി നുള്ളിപ്പറക്കി കൊണ്ടുവന്ന് അത് അടുപ്പിലിട്ട് ചുടുമ്പോൾ ആ അണ്ടി അങ്ങോട്ട് ഇടുമ്പോൾ ഒരു പൊട്ടലും ഒരു ചീറ്റലും ഒക്കെ ഉണ്ട്. അത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയത്തില്ല, കാര്യം അവരതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡ് മേടിക്കുക, കഴിക്കുക. അതിനനുസരിച്ച് നമ്മളെ നാട്ടിൽ എന്തുമാത്രം രോഗികളാണുള്ളത്. പക്ഷെ ഇപ്പം അതൊന്നും കാണാനില്ല. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരണ്ടി കിട്ടിയാൽ കൊണ്ടുവന്ന് അടുപ്പിലിട്ട് ചുട്ടപ്പോഴേ തല്ലി തിന്നും. ഇങ്ങനെ ചെയ്തവരിൽ എത്ര പേരുണ്ട്? നമ്മളെ ഈ യൂട്യൂബിൽ വരുന്നവർ എത്ര പേര് ഇത് ചെയ്തിട്ടുണ്ട്? അപ്പോൾ നോക്കിക്കോണേ, ആ അണ്ടി പഴയ ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവർക്കിത് അറിയാം. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയത്തില്ല. അവർ കാണാൻ വേണ്ടിയാണ് ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടത്. നോക്കണം, ആ അണ്ടി ചുട്ട് വരുമ്പോഴത്തേക്ക് വേണ്ട ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്. അത് കാണാൻ നമ്മൾ അടുത്ത് നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. അത് കാണാൻ തന്നെ ആ പൊട്ടിത്തെറുപ്പും ഒരു കാളിക്കത്തലും. തിരിച്ച് മറിച്ചിട്ട് കൊടുക്കും, അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പുറത്തെ സൈഡും കത്താൻ വേണ്ടി നമ്മൾ അത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കും. അപ്പം ദിയമൊക്കെ അത് കാണണം, അത് ചുട്ട് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ എടുത്ത് വേളം വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം ഞാൻ പറഞ്ഞ അരി അടപ്പിടട്ടെ, അപ്പോഴേ നമുക്ക് ആ അടുപ്പിൽ അതിടാം. ഇനി നമുക്ക് പുറത്തോട്ടെടുക്കാം. ഇനി അതവിടെ കിടന്ന് അതിൽ വെന്തോളും. അതൊന്ന് കരിഞ്ഞു. പിന്നെ എവിടാണെന്ന് പോലും അറിയാൻ വയ്യ. ഉണ്ട് 4 പേരുമുണ്ട്. എന്ത് സ്മെല്ലാണ്, അടിപൊളി സ്മെല്ലാണ്. ചുട്ടണ്ടി ഞങ്ങൾ ഇങ്ങനെ ചിരട്ടയിൽ പറക്കിയിട്ട് തണുക്കുമ്പം നമ്മൾ തല്ലിയെടുക്കും. കാണാൻ പറ്റാണ്ട് ഇപ്പം തല്ലി കാണിച്ചു തരാം. ഒന്ന് തണുക്കട്ടെ. എന്താ ചുട്ടണ്ടി നമ്മൾ തല്ലാൻ പോവുകയാണ്. പിന്നെ മമ്മ ഇത് തല്ലുന്ന ഇട്ടിച്ച് കൂട്ടുകാരെ കണ്ട കരിഞ്ഞത്. എന്നാലും അതിൻ്റെ മണം, അതൊരു പ്രത്യേക മണം തന്നെയാണ്. കണ്ട
സൈഡ് കരിഞ്ഞു. ഇച്ചിരി കരിഞ്ഞതൊക്കെ തിന്നെ നല്ല നല്ല ടേസ്റ്റാണ്. എന്താ ഇതാണ് അണ്ടിപ്പരിപ്പ്. ഇതിൻ്റെ പേരെന്തോലും അറിയത്തില്ല. അണ്ടിപ്പരിപ്പ്. ഇപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്ത, അണ്ടിയെ പറക്കിക്കൊണ്ട് വന്ന് അടുപ്പിലിട്ട് ചുട്ട് അതിനെ തല്ലിയെടുത്തു നമ്മൾ കഴിക്കാൻ പോകുന്നു. കണ്ടാ, പണ്ട് അമ്മമ്മയുടെ കൊച്ചുനാളിലൊക്കെ നമ്മൾ ഇതൊക്കെയാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ 50-60 വയസ്സിനകത്തും നമുക്ക് വലിയ തെണ്ണങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത്. ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും കുഞ്ഞിലെ അവർക്ക് തെണ്ണമാണ്. കാര്യം എല്ലാ അമോണിയം ചേരുന്ന സാധനങ്ങളല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. കണ്ടാ, ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് തിന്നുന്ന ഈ തല്ലി തിന്നുന്നതിൻ്റെതായ ഒരു ടേസ്റ്റ് അത് വേറെയാണ്. നമുക്ക് കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കടി. അടിപൊളിയാണോ? ഇങ്ങനെയൊക്കെയാണ് അമ്മമ്മയുടെയൊക്കെ പ്രായത്തിൽ ഇങ്ങനെ നമുക്കിങ്ങനെ മേടിച്ച് തിന്നാനുള്ള അന്ന് സാമ്പത്തിക ശേഷിയൊന്നുമില്ല. ഓരോ പിന്നെ പറങ്ങാവിൻ്റെ അന്നൊക്കെ ഇഷ്ടംപോലെ പറങ്ങാവുണ്ട്. എല്ലാ അയ്യങ്ങളിലും 1-2 ഒക്കെ, പിന്നെ മാക്സിമം 1-2 കാണും. ഉണ്ട്. അത് തിന്നിട്ട് കൊതി തീരുന്നില്ല തീയാക്കി. താങ്ക് യു കൂട്ടുകാരെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.